അപ്പോൾ മനുഷ്യൻ്റെ ഈമാനിനെ ഫസാദാക്കണ നിലക്ക് മനുഷ്യരെ തൗഹീദിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഷിർക്കിലേക്ക് നയിക്കുകയാണ് ഇവിടുത്തെ മുജാഹിദീങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഷിർക്കിലേക്ക് ഞങ്ങളല്ല നയിക്കുന്നത്. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളതായ വിശ്വാസം, ആ വിശ്വാസത്തിന് എന്താണ് തൗഹീദ്, ആ തൗഹീദിനെ ശരിക്ക് ജനങ്ങളിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ സുന്നികളാവുന്ന നമ്മളെ സംബന്ധിച്ച്, അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ അല്ലെങ്കിൽ അതുപോലുള്ള സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവർ മുശ്രിക്ക് ഷിർക്കിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തനിച്ച വങ്കത്തരമാണ്, അത് കള്ളത്തരമാണ്, യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ പല സംഗതികളും ഇല്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമില്ല, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. റസൂലുള്ളാഹി പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നാ. അവർ പള്ളിക്ക് വരണ്ട, അവർ പള്ളിയിൽ ചെയ്താൽ മതി, അവരെ വീടാണ് അവർക്ക് ഉത്തമെന്നാ. അവരെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അവർ വീട് നിസ്കരിച്ചാൽ തന്നെ അവർക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതായ കൂലിയ പെണ്ണുങ്ങൾക്കുണ്ടെന്നാ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്ത, നബി പ്രോത്സാഹിപ്പിക്കാത്ത സംഗതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദീനിൽ വിദേഹത്ത് കൊണ്ടുവരുന്ന പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ മുത്തദീങ്ങളും. അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാവട്ടെ, ജമാഅത്ത് പ്രസ്ഥാനങ്ങളാവട്ടെ, തബ്ലീഗ് ജമാഅത്ത്, എന്തായാലും വേണ്ടില്ല, പല പേരിലും അറിയപ്പെടും. എല്ലാവരും നമ്മൾ എതിർക്കുന്ന പറയേണ്ടത്, അത് എതിർക്കാനുള്ളതാണ് ഈ സംഘടന. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനോ നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനൊന്നും എതിരല്ല. മുജാഹിദ് നമ്മളൊക്കെ നമ്മൾ യോഗ്യത്തിലൊന്നും കുഴപ്പമില്ലല്ലോ. അവരൊക്കെ മൗലവിമാരൊക്കെ കണ്ട് നമ്മൾ യോഗ്യം പറയും, അവർക്ക് നമ്മളോടും യോഗ്യം പറയാം, നമുക്ക് പോലോടും പറയാം. യോഗ്യത്തിനൊരു കുഴപ്പമില്ല. ദീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സഹവാസം ഞങ്ങൾക്ക് ഉണ്ടാവില്ല, അതാ പറഞ്ഞിട്ടാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്നു വരുമ്പോൾ അതിനെ കൊച്ചാക്കണ ആ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ആയിട്ട് നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ ഈ നൊത്തും ഇതിനാന്നാണ് മഹാനാന്ന് ഇക്കാസ മുസ്ലിയാരൊക്കെ നവറല്ലാഹു മറക്കാതെ ബഹുമാനപ്പെട്ട ശൈഖുനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മടങ്ങിയാൽ ഞങ്ങളും മടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെയും പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെയും പറയും. ഞങ്ങൾ പണി അതൊക്കെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടുത്തെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാൻ നിങ്ങൾ ഫിത്നയാക്കരുത്. യഥാർത്ഥ ഈമാൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ വാദപ്രതിവാദമൊന്നും വേണ്ട, നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോടൊക്കെ. അത് നമ്മളെപ്പോഴും തയ്യാറാണ്. വാദപ്രതിവാദത്തിനൊന്നും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണമെന്നുണ്ടോ എന്നാൽ ഞങ്ങളെയും തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പറ്റുന്നതായ ഇഷ്ടംമാരി കുട്ടികൾ ഞങ്ങളൊപ്പമുണ്ട്. ഞങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായ നിലക്ക്. പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആ വിഷയം ചോദിച്ച് ഞങ്ങളോട് വന്ന് പഠിച്ചാൽ മതി. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾക്ക് ചെറുതാക്കാൻ സാധിക്കില്ല. അത് വലിയൊരു അള്ളാഹു ബഹുമാനിച്ച്, അള്ളാഹു ആദരിച്ച്, അള്ളാഹു ഇഷ്ടപ്പെട്ടതായ വലിയൊരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പ്രത്യേകമായി ഉണർത്താനുള്ളത്, നിങ്ങൾ നടക്കണമായിരിക്കൊക്കെ നിങ്ങൾ നടന്നോളി, നിങ്ങളുടെ സംഘടനകളൊക്കെ നിങ്ങൾ ഉണ്ടായിക്കോളെന്ന് നമുക്ക് എതിരില്ല. നമ്മൾ നിങ്ങളെ സംഘടനയെ എതിർക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സംഘടന നിങ്ങളെ നിങ്ങൾക്കുള്ള ഓഫീസുകൾ തച്ച് ഇതിലൊന്നും ഞങ്ങൾ വരണില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടണം, ഇന്ത്യ രാജ്യമല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളവണ്ണം പ്രവർത്തിക്കാമല്ലോ. നിങ്ങളെ സംഘടന നിങ്ങളെ പ്രവർത്തനമൊക്കെ ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ, അതിന് കുഴപ്പമില്ല. എതിർപ്പുകളൊക്കെ മാന്യമായിട്ടാവണം, അതാണ് പറയാനുള്ളത്. ഞങ്ങൾ വ്യക്തിപരമായി എതിർക്കലില്ല ആരും. ഞങ്ങൾ സംഘടനകളെ എതിർക്കും, ആശയപരമായി എതിർക്കും, അത് എന്നും എതിർക്കുകയും ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മറ്റ് ബിദ്ഈ പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട. അത് കളിച്ചാൽ ആ പൂതി ഞങ്ങൾ അവസാനിപ്പിക്കും, യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ദീൻ്റെ ഒരു സംഘടനയാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത്. ഔലിയാക്കന്മാരെന്ന് നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഔലിയാക്കന്മാരെന്ന് പറയുന്നത്. വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കത് വിശ്വാസം ഇല്ല. ഔലിയാവിന് വിശ്വാസം ഇല്ല, ഞങ്ങളെ പിന്നിൽ ആളുണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആളുകളൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അമ്പിയാ ഔലിയാവിൻ്റെ മരണത്തിൻ്റെ ശേഷം അവർക്കുള്ളതായ മദതുകൾ ഉണ്ടാവും. ആ മദതുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ. നിങ്ങൾക്കത് വിശ്വാസമില്ല, ഞങ്ങൾക്ക് ആ മദത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിങ്ങളെ ആശയങ്ങളൊക്കെ പറഞ്ഞു പോയിക്കോളി. സമസ്തനെ എങ്ങനെ എതിർത്തുകൊണ്ടും ആയത്തുകൾക്കുള്ളതായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഖുർആന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളണമെന്നൊക്കെ പറഞ്ഞിട്ട്, ഖുർആന് വിരുദ്ധമായി ഹദീസ് വരില്ലല്ലോ, അതല്ലേ ഖുർആനെ ബയാൻ ചെയ്യല്ലേ. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ മനസ്സിലാണില്ല എന്ന് പറഞ്ഞാൽ മതി. മൗലവിക്ക് ഒരു ഹദീസും ഖുർആനും കൂടി നോക്കുമ്പോൾ ആ ഹദീസിൻ്റെ അർത്ഥം മൂപ്പർക്ക് മനസ്സിലാണില്ല, അതാണ് ഇപ്പോൾ അതിൻ്റെ സത്യം. അപ്പോൾ അത് ഖുർആനോട് എതിരാണ്, ഖുർആനോട് എതിരാണെന്ന്. ഇതാണത് ഖുർആനും ഹദീസും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ പറയണത്. അപ്പോൾ ഖുർആനോട് എതിരായി കൊണ്ട് ഒരു എന്ത് വിഡിത്തരാണ് ഈ പറഞ്ഞതെങ്കിൽ
ഖുർആനിനോട് വിരുദ്ധമായി വരുന്ന ഹദീസിനെ തള്ളണം. ഹദീസിനെ എങ്ങനെ തള്ളാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അഖ്വാല് അഫ്ആലുകൾ തഖാരീറുകളല്ലേ ഹദീസുകൾ. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ഖുർആനെ മാത്രമേ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും, അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ വാദം ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞപ്പോൾ ഹദീസിന് നിങ്ങൾ തള്ളിക്കൊണ്ട് ഖുർആനിനോട് മാത്രം അഹ്ലുൽ ഖുർആൻ്റെ ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറാം. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് മുമ്പെന്നെ മഹാന്മാരാവുന്ന ഞങ്ങൾ ഉസ്താദന്മാർ വിലയിരുത്തിയത് നിങ്ങൾ മുത്തദീങ്ങളാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ഖുർആനിൽ വളരെ വ്യക്തമായി പറയപ്പെട്ട സംഗതികളുണ്ടോ? ഖുർആനിൽ അവ്യക്തമായി പറയപ്പെട്ടതുണ്ടോ? ഖുർആനിൽ സൂചനപരമായി പറയപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവ്യക്തമായി പറയപ്പെട്ടതിനെയും അല്ലെങ്കിൽ സൂചനപരമായി പറയപ്പെട്ടതിനൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചനകൾ നൽകിയിട്ടുണ്ടാവും. ഹദീസുകളിൽ സ്വഭാവങ്ങൾ അങ്ങനെ തന്നെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന കലാമാവുന്ന അള്ളാഹുവിൻ്റെ ഖുർആനിയാവുന്ന ഈ ആയാത്തുകൾ ഇത് ദീനിൻ്റെ അടിസ്ഥാനങ്ങളാണ്. പക്ഷേ ആ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. എല്ലാം നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലത്. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് മശായിഖന്മാരോട് ചോദിച്ച് അവർക്കുള്ളതായ അഭിപ്രായങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് മാത്രമേ വിശുദ്ധ ഖുർആനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്നത്. നമ്മൾ ഖുർആനും ഹദീസിനോടോ എന്നെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ പോലും അംഗീകരിക്കുന്നതായ ഇജ്മാഅ് ഖിയാസ് അയിമ്മത്തിൻ്റെ അഖ്വാലുകളെ നമ്മൾ സ്വീകരിക്കണം. ആ സ്വീകരിക്കലിലേക്ക് നമ്മൾ ആവശ്യമായി വരും. അപ്പോൾ ഖുർആൻ്റെ ആയാത്തുകളെ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിട്ട് ജനങ്ങളെ വിശ്വാസത്തിനെ അതിനെന്താക്കുക, പ്രേരിപ്പിക്കുക. അത് ഞങ്ങൾ ഖുർആനും ഹദീസിൻ്റെ ആളുകളാണ്. ഖുർആൻ ഹദീസ് തന്നെയാണ് പറയുന്നത്. ഖുർആൻ ഹദീസ് തന്നെയെന്ന് പറഞ്ഞാൽ 4 ഒച്ചട്ടതുകൊണ്ട് ഖുർആൻ ഹദീസും പറഞ്ഞവരാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തിനോട് നിങ്ങൾ പല വിഭാഗങ്ങളായിട്ട് ചിഹ്ന ഭിന്നമായിട്ടുണ്ടെങ്കിലും നിങ്ങളോടൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ സുന്നി സമൂഹം ഉണ്ടല്ലോ, ഈ സമൂഹം വളരെ ശക്തമായ നിലയ്ക്ക് എന്നും നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ആ എതിർപ്പ് ഞങ്ങളുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പുകൾ പ്രശ്നമല്ല. ഞങ്ങൾക്ക് പല ഭിന്നിപ്പുകളും ഞങ്ങൾ സംഘടനാപരമായിട്ട് പല വിഭാഗത്തിലുമായിരിക്കും സുന്നികളുണ്ടാവുന്നത്. അവർക്ക് പല സംഘടനകളും. അപ്പോൾ ഇതിൻ്റെ മുമ്പ് തന്നെ ഒരു കൂട്ടർ ഇവിടെ നടത്തി. അപ്പം അത് ചെറിയതൊന്നും വലുതൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പം അവരൊക്കെ ഒന്നിച്ചു കൂടിക്കൊണ്ടിട്ട് എന്നും നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കും. അത് എതിർക്കില്ല എന്നുള്ളത് അങ്ങനത്തെ ഒരു വ്യാമോഹം അല്ലെങ്കിൽ അങ്ങനത്തതായ ഒരു ബോധി നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ട എന്നാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾ പറയാനുള്ളത്. അതിൽ മുമ്പന്തിയിൽ എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാവും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്നൽക്ക് ശക്തി പ്രാപിച്ചതായ ഒരു സംഘടനയാണ് ഇവിടെ. അതുകൊണ്ടാണ് കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ടിട്ട് ഞങ്ങൾക്കിതൊരു വലിയൊരു സംഭവമായി കൊണ്ട് മാറ്റാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് ഒരുപാട് കാലം പ്രവർത്തിച്ചിരുന്നില്ല. കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള കുറേ ആളുകളുടെ ഒരു വലിയ സഹായം അവർക്കുള്ളതായ പ്രവർത്തനമൊക്കെയാണ്. മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്കുള്ളതായ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടിട്ട് അവരത് ചെയ്തപ്പോൾ അത് വേണ്ടമായി വിജയിച്ചു. അപ്പോൾ ലോകത്തുള്ളതായ മുസ്ലിമീങ്ങൾ മുഴുവനും ചെയ്തു പോരുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ മുഴുവനും ശിർക്കാക്കിക്കൊണ്ട് ലോക മുസ്ലിങ്ങളെ ശിർക്കാക്കണതായ ഒരു പ്രവണത, ആ പ്രവണതയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ല മുസ്ലിങ്ങളെ ശിർക്കാക്കണത്, മുശ്രിക്കീങ്ങളാക്കണത്. സമസ്ത മുസ്ലിമീങ്ങളെ ശിർക്കാക്കുന്നു, ശിർക്കിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ സുന്നികൾ മുസ്ലിങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അംബിയാ ഔലിയാവ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്നതായ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികളെ അത് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ
നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ മഹാന്മാർ മുമ്പ് ഇവിടെ അവരിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അവരിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ലോക മുസ്ലിങ്ങളുടെ വിശ്വാസത മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, മഹാനാവുന്ന യൂസൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം ചെയ്യുമ്പോഴല്ലേ യൂസൈ നബി സൂര്യനോട് പറഞ്ഞു ഖിഫി യാ ശംസ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ, ഇവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ ഇമാം ബുഖാരിയുടെ ഹദീസിലും ദുഅഫുണ്ട് എന്ന് പറയേണ്ടി വരും. ദഈഫായ ഹദീസുകളും ഇമാം ബുഖാരി തങ്ങൾ കിതാബ് കൊടുത്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ഇമാം ബുഖാരി തങ്ങൾ കിതാബിൽ ബഹുമാനപ്പെട്ടവർ അവിടെ അവർ കൊണ്ടുവന്ന ഹദീസാണ്. മഹാനാവുന്ന യൂസൈ നബി യുദ്ധം ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോയി. സൂര്യനോട് മൂപ്പര് പറഞ്ഞു ഖിഫി യാ ശംസ്, സൂര്യനെ നീ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉടനെ മൂപ്പരൊരു കാര്യം പറഞ്ഞു, ഇന്നക്കി മഅ്മൂറ വ അന മഅ്മൂർ. നിന്നോട് ചില കൽപ്പനകളുണ്ട് സൂര്യൻ്റെ. അതെന്താ? നീനക്ക് ഒരു സഞ്ചാരപഥം അല്ലാഹു ആവുന്ന ഞാൻ നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ സഞ്ചാരപഥത്തിൽ കൂടിയാണ് നീ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് നിനക്ക് അസ്തമിക്കാൻ, നിനക്ക് ഉദിക്കാനുള്ള സമയങ്ങളും ഞാൻ നിർണയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നാളിൻ്റെ ദിവസം ഇന്നാൾ നിന്നോട് നിൽക്കാൻ പറയും. അതാണ് ഇന്നക്കി മഅ്മൂറാൻ, എന്നോട് ചില കൽപ്പനകളുണ്ടാവും. വഅന മഅ്മൂർ, എന്നോട് കൽപ്പന ഉണ്ട് എന്നാണ് യൂസൈ നബി പറയണത്. എന്നോടുള്ള കൽപ്പന എന്താ? നിന്നോട് നിൽക്കാൻ പറയാണ്. അപ്പോൾ യുദ്ധം കഴിയട്ടെ, എന്നിട്ട് എനിക്ക് സൂര്യനെ നിനക്ക് അസ്തമിക്കാം. ഇത് യൂസൈ നബി പറഞ്ഞു, സൂര്യ അവിടെ നിന്നല്ലേ. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ. അങ്ങനെ ഈ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ്, അവർക്ക് ലൗഹിൽ അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികളെ മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ലൗഹിലേക്ക് നോക്കി പലതും മൂപ്പർ മനസ്സിലാക്കി. മഹാന്മാരൊക്കെ മനസ്സിലാക്കിയില്ലേ? തുക്ശഫു ലഹും അൽ ഉമൂർ അൽ ഹഖായിഖുൽ ഉമൂർ അൽ മങ്കൂശത്തു ഫി ലൗഹിൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തപ്പെടുന്ന ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കുള്ളതായ ഹക്കായികളെ അവർക്ക് കശ്ഫ് ചെയ്യപ്പെടും. ആ മനുഷ്യൻ ജീവിക്കേണ്ട ഒരു സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് മനുഷ്യയിലുണ്ടായാൽ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ സ്വഭാവ ഗുണങ്ങളാണ്. അതാണ് ഇസ്തിഖാമത്ത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ലൗഹിലുള്ള അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികൾക്കുള്ള ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കുള്ള ഹക്കായികളെ ലൗഹിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് ആ വസ്തുക്കളിലും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ മേശ, ഇതിനെ സംബന്ധിച്ചൊരു വിവരം ലൗഹിലുണ്ടാവും. അത് സ്വാഭാവികമല്ലേ? ഒരു ഭരണകർത്താവിൻ്റെ അടുത്ത് ആ ഭരണകർത്താവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ളതായ ചെറുതും വലുതുമാവുന്ന സർവ്വസംഗതികളെ സംബന്ധിച്ചുള്ള വിവരവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ ഭരണകർത്താവല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രത്യേകമാവുന്നതായ ആ സദസ് അള്ളാഹുവിൻ്റെ ആ സാന്നിധ്യത്തിൽ അള്ളാഹുവിൻ്റെ ഈ ലോകത്തുള്ള സർവ്വ മഖ്ലൂഖാത്തുകളെ സംബന്ധിച്ചുള്ള വിവരവും അവിടെ രേഖപ്പെടുത്തപ്പെട്ട ഒരു രേഖയുണ്ട്. അതിൻ്റെ ഒരു റിക്കാർഡ് അവിടെ ഉണ്ട്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിലുള്ള ഓരോ വസ്തുക്കളെ സംബന്ധിച്ചുള്ള രേഖ ആ വസ്തുവിനും രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ ഇതിനെ പറ്റിയുള്ള ഒരു രേഖ, ഈ മേശനെ പറ്റിയുള്ള ഒരു രേഖ, ഇത് ലൗഹുൽ മഹ്ഫൂദിലുണ്ടാവും. ഇത് നിഷേധിക്കാൻ പറ്റുമോ? അത് നിഷേധിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭരണ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള നിഷേധമാണ്. അള്ളാഹുവിൻ്റെ ഭരണരൂപ സ്വഭാവത്തിനെ സംബന്ധിച്ച് നിഷേധിക്കലാണത്. അത് നിഷേധിക്കാൻ നമുക്ക് പറ്റൂല. കാരണം ഏതൊരു ഭരണമാണെങ്കിലും നമ്മൾ കാണുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭരണത്തിനും പ്രത്യേകമാവുന്ന അതിൽ റിക്കാർഡുകളുണ്ട്. റസൂൽ പറഞ്ഞില്ലേ, വാന അസ്മാഉ സ്വരീഫൽ അഖ്ലാം. മിറാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭരണ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ് കൊണ്ടുപോയത്. പക്ഷേ റസൂൽ പറഞ്ഞു വാന അസ്മാഉ സ്വരീഫൽ അഖ്ലാം, ഈ ഭരണവ്യവസ്ഥിതികളെ രേഖപ്പെടുത്തപ്പെടുന്നതായ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അന്ന് നടക്കുന്നത്, ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും അത് രേഖപ്പെടുത്തപ്പെടുകയാണ്. ആ സമയത്തെ രേഖപ്പെടുത്തപ്പെടും, അതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഈ ഓരോ വസ്തുക്കളോട് ബന്ധപ്പെട്ട രേഖകൾ ഈ വസ്തുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊരു ഇലാഹിയായ നിലക്കുള്ള അള്ളാഹുവിൻ്റെ ഒരു എഴുത്ത്, ഒരു റിക്കാർഡായിരിക്കും ഈ വസ്തുവിലുണ്ടാവുക. ഈ വസ്തുവിലേക്ക് നോക്കിയിട്ട് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് പറയാൻ കഴിയും, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് പറയാൻ കഴിയും, ഈ വസ്തു ഉണ്ടല്ലോ ഇത് ഇന്നാൾ പ്രസംഗിക്കുന്ന സമയത്താണ് ഇത് വീണു പോകാന്ന്. പക്ഷേ ഇതിനെപ്പറ്റി അറിയേണ്ട ഒരു എഞ്ചിനീയർക്ക് പറയാം ഇത് ഇത്ര കല്ലേ നിൽക്കുള്ളൂ, ഇന്ന സമയത്ത് ഇത് വീണു പോകുമെന്ന് പറയാൻ കഴിയൂല.
കാരണം ഇന്ന സമയത്ത് ഇത് വീണ് പോകും, അല്ലെങ്കിൽ ഒരു തെങ്ങ് ഒരു കവുങ്ങ് എന്താവട്ടെ അതിനെ സംബന്ധിച്ചുള്ള രേഖ അള്ളാഹു അയിമ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, അവർ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ്. ഇതാണ് നമ്മളെ വിശ്വാസം. അവർക്ക് ലോകത്തുള്ള സർവ്വ ശബ്ദങ്ങളും അവർ കേൾക്കാൻ കഴിയും. അവർക്ക് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിക്കും. നമ്മൾ കേൾക്കുന്നത് പോലത്തെ നമ്മളിപ്പോൾ ലോകത്തുള്ള എല്ലാ ശബ്ദങ്ങളും കേൾക്കാനുള്ള സംവിധാനം നമ്മളെടുത്തില്ലേ. ആരോടും സംസാരിക്കാൻ വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ ഇതന്നെ മഹാനാവുന്ന ശേഖതങ്ങളും പറഞ്ഞിട്ടുള്ളൂ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ കാണുന്നു ശേഖ് പറഞ്ഞിട്ടില്ല. ഓരോ മനുഷ്യനെ സംബന്ധിച്ചുള്ള രേഖ ആ മനുഷ്യനിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ ഓരോ വസ്തുവിനെ സംബന്ധിച്ചുള്ള രേഖകൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. അത് നിന്നെ കണ്ടാൽ നീ എത്ര കാലം അവിടെ ജീവിക്കും, നിന്റെ ജീവിതം നിന്റെ പ്രസവിക്കപ്പെട്ടോളം മുതൽ നിന്റെ മരണം വരെയുള്ള രേഖകൾ നിന്റെ ശരീരത്തിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് മലക്കിനോട് പറയുന്നത്. നിന്റെ റൂഹ് ഊതുന്ന സമയത്ത് മലക്കിനോട് പറയും അവനെ സംബന്ധിച്ചുള്ളതായ രേഖകളൊക്കെ എഴുതിക്കൊള്ളുന്നു. അവൻ നിന്നോട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും നിന്റെ ശരീരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും. ആ എഴുതപ്പെട്ട രേഖകൾ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അല്ലാഹുവിൻ്റെ അമ്പിയാവ്, അതിന് കഴിയുന്നവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാവ്. പക്ഷേ ഔലിയാവാണെങ്കിലും അവർ പല മഹാനാവുന്ന ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞതുപോലെ സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്, അവരുടെ പദവികൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഫമിനും മൻ യഅരിഫു അന്ന ഹുനാക ഖദ്റൻ വലാകിൻ ലാ യഅരിഫു മാ ഹുവ അസ്ലുഹു. ഒരു സാധനം കണ്ടാൽ ഇത് ഹറാമാണെന്നോ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ഇപ്പോൾ ചായ കൊണ്ടേ കൊടുത്തു, ഈ ചായ ഹറാമാണെന്ന് അവർക്ക് മനസ്സിലാകുന്ന ആളുകളുണ്ടാവും. പക്ഷേ വലാകിൻ ലാ യഅരിഫു, ഇത് ഹറാമാവാനുള്ള കാരണം എന്താണെന്നുള്ളത് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒമിനും മൻ യഅരിഫു അന്ന ഹുനാക ഖദ്റൻ, ചില ആളുകൾക്കോ ഒരു ചായ കണ്ടാൽ അത് ഹറാമാണെന്ന് മനസ്സിലാകുക മാത്രമല്ല ഇത് ഹറാമാവാനുള്ള കാരണം എന്താണെന്നും മനസ്സിലാവും. ഈ നിലക്കായിരിക്കും മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്, അവരുടെ മഖാമുകൾ അവർക്കുള്ളതായ പദവികൾ വ്യത്യാസപ്പെടും. അത് മാത്രമേ ഉള്ളൂ. എല്ലാവരും വലിയ പദവിക്കാരായിക്കൊള്ളുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇലാഹിയാൻ അവൻ്റെ ഹൃദയത്തിൽ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവയവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിൽ നിന്ന് മാത്രമല്ല കറാഹത്താക്കിയ സംഗതികളെപ്പോലും ആ സംഗതികളെ കൊണ്ട് അവൻ്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്യാറ് ഖിലാഫുൽ ഔലിയയിൽ നിന്ന് പോലും ഒഴിഞ്ഞിരിക്കണം. ആ നിലക്ക് വിശുദ്ധമാക്കിയാൽ അവനിക്ക് ഈ ലോകത്തുള്ളതായ സർവ്വവസ്തുക്കളെ സംബന്ധിച്ചും ആ വസ്തുക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതായ രേഖകൾ നോക്കി പറയാൻ കഴിയുന്ന നമ്മൾ പറയുന്നത്, രേഖയില്ലാതെ പറയാൻ കഴിയുന്നല്ല. അങ്ങനെ ആരെയും മനസ്സിലാക്കണമെങ്കിൽ അത് മൗഢ്യമാണ്. അവർ രേഖകൾ നോക്കിയാണ്, എന്താ രേഖകൾ നോക്കി പറഞ്ഞതിന് കുഴപ്പം? അത് അള്ളാഹുവിൻ്റെ ഒരു വസീല, ഒരു വസായിത്ത് അള്ളാഹു നിശ്ചയിച്ചതായ ഒരു മാധ്യമമാണത്. പല മാധ്യമങ്ങളും ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം, അതൊരു മാധ്യമമാണ്. അതായത് വയറുള്ള ഫോൺ ഉപയോഗിക്കണം, അതൊരു മാധ്യമമാണ്. ടെലിവിഷനിൽ കൂടി പല സംഗതികളും ലൈവായി കൊണ്ട് കാണപ്പെടാൻ സാധിക്കണം, അതൊരു മാധ്യമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം നടക്കുമ്പോൾ പല യുദ്ധത്തിലുള്ള വിഷയങ്ങൾ ലൈവായി സഹാബത്തിനോട് വിവരിച്ചില്ലേ. ഇന്ന യുദ്ധത്തിൽ ഇന്നാളെ കൊല ചെയ്യപ്പെടും. നബി യുദ്ധത്തിന് പോയിനോ? എത്രയും മൈലുകൾക്ക് അപ്പുറത്തല്ലേ യുദ്ധം നടക്കുന്നത്. റസൂൽ പറഞ്ഞു ഇന്നാൾ കൊല ചെയ്യപ്പെടും, ഇന്നാൾ കൊല ചെയ്യപ്പെടും, ഇന്നാൾ കൊല ചെയ്യപ്പെടും. അവ കൊല ചെയ്യപ്പെടുമ്പോൾ ഇന്നാളെന്താവട്ടെ, അദ്ദേഹമാവട്ടെ അതിൻ്റെ നേതാവ്, അദ്ദേഹം കൊടി പിടിക്കട്ടെ. അയാളെ കൊല ചെയ്യപ്പെടുമ്പോൾ ഇന്നാൾ എന്താവട്ടെ നേതൃത്വം നൽകട്ടെ. അയാളെ കൊല ചെയ്യപ്പെടുമ്പോൾ നേരക്ക് നേരെ ഇന്ന് നമ്മൾ ടെലിവിഷനിൽ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരക്ക് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നബി മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കണം. ആ മാധ്യമങ്ങളില്ലാതല്ല മനസ്സിലാക്കണത്. അങ്ങനെ മനസ്സിലാക്കി നബി അത് വിരിച്ചു കൊടുക്കണം സഹാബത്തിനിക്ക്. അങ്ങനെ ഓരോ സംഗതികളെ സംബന്ധിച്ചും ഇവിടെ മഴ വർഷിക്കോ ഇല്ലേ, കാറ്റെത്ര അടിക്കും, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചില്ല. ഇതിനെ സംബന്ധിച്ചൊക്കെ തബൂക്ക് യുദ്ധത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളും പുറത്തിറങ്ങരുത്. വലിയ അഖിൽ കുല്ലുൻ ബഈറഹു, ഓരോരുത്തരും അവരെ ഒട്ടകത്തിനെ പിടിച്ചു കെട്ടട്ടെ, ശക്തമായി കെട്ടിക്കോട്ടെ. തുഹബ്ബുൽ ലൈലത റീഉൻ ശദീദത്തുൻ, ശക്തമായ കാറ്റടിച്ചു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതേപോലെ നബി പറഞ്ഞ അതേ ഡിഗ്രിയിൽ കാറ്റടിച്ചു. ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോഴോ കാലാവസ്ഥ നിരീക്ഷകർ പറയുമ്പോഴോ നമുക്ക് സംശയമുണ്ടോ? നമ്മൾ കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അവർ കാറ്റടിക്കും എന്ന് പറഞ്ഞാൽ കാറ്റടിക്കും ചെയ്യുക, കാറ്റടിക്കാതിരിക്കുകയും ചെയ്യുക. അവർ പറഞ്ഞ ഡിഗ്രിയിൽ അടിക്കുക, അല്ലെങ്കിൽ ആ ഡിഗ്രി ഇല്ലാതെ അടിക്കാം. റസൂലുള്ളാഹി പറഞ്ഞാൽ അങ്ങനെയല്ല.
റസൂൽ പറഞ്ഞ ഡിഗ്രിയിൽ കാറ്റടിക്കും, അത് കാറ്റടിച്ചു വന്നു. കാരണം എന്തുകൊണ്ട്? അത് ഏതെങ്കിലും നിലക്കുള്ള അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയില്ല. ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് ഹക്കായിക്കുൽ ഉമൂർ, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മനസ്സിലാക്കാനുള്ള അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞതിന് കുഴപ്പം? മിഅ്റാജിൻ്റെ ഇസ്രായേലിൻ്റെ രാത്രിയിൽ അത് റൂഹോടുകൂടെ സ്വപ്നത്തിൽ പോയതാന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതിന് നമുക്ക് സ്വപ്നത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജുണ്ടായത് എന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജസദിനിക്ക് അതുണ്ടായിട്ടില്ല. എന്താ ജസദിനിക്ക് ഉണ്ടായി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജസദോട് കൂടിയാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. നബിൻ്റെ ശരീരമാണ് രാത്രിയിൽ മൈൽ കണക്കിന് അപ്പുറത്തേക്ക് പോയിട്ടുള്ളത്. എന്നിട്ട് ബൈത്തുൽ മഖ്ദിസിലെത്തി. ബൈത്തുൽ മഖ്ദിസിന് ആർക്കും പ്രവേശനമില്ലാത്ത തരം അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തി. കോടാനുകോടി മൈലുകൾ സഞ്ചരിച്ചു കൊണ്ടാണ് പോക്ക്. എന്നിട്ട് ആ ദിവസത്തിൽ തന്നെ മടങ്ങി വരികയും ചെയ്തു. ഇതെങ്ങനെ ഈ യാത്ര സൗകര്യം? അന്ന് ഇതുപോലുള്ള റോക്കറ്റോ അല്ലെങ്കിൽ മറ്റുള്ളതായ വാഹനങ്ങളോ വിമാനമൊന്നുമില്ലല്ലോ. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൊയ്യിൽ അർദിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കൊക്കെ ഉണ്ടാവും ഭൂമിയെ ചുരുട്ടി കൊടുക്കാം. അതിന് അത്ഭുതപ്പെടുന്നു. ഭൂമി ചുരുട്ടി നമുക്കുണ്ടാവണില്ലേ? നമുക്കുണ്ടാവണ ശാസ്ത്രം എന്ന് വേണ്ട. ഒരു 4 മണിക്കൂർ കൊണ്ടാണ് ഞാൻ വിദേശത്ത് നിന്ന് ഇവിടെ എത്തിയത്. ഇന്നലെ അങ്ങോട്ട് പോയത് 3-4 മണിക്കൂർ കൊണ്ടാണ്. ഇത് നമുക്ക് ഇവിടെ നടന്ന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കാറ് പോവുകയാണെങ്കിലോ എത്ര സമയം കൊണ്ട് പോകാൻ കഴിയുമോ? അത് തൊയ്യില്ലാർന്നാണ്. പക്ഷേ നമ്മളതിനെ പറ്റി കറാമത്തെന്നോ മൊയ്സത്തെന്നോ പറയാൻ പറ്റില്ല. കാരണം അത് ഇലാഹിയായ ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഈ മാധ്യമങ്ങളിലേക്ക് ആവശ്യമില്ലാതെ വേറെ ചില മാധ്യമങ്ങളുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. മഹാന്മാരാവുന്ന അത് നിശ്ചയിച്ചിട്ടൊരു കാര്യമില്ല, നിശ്ചയിച്ചിട്ട്. ഇതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ അല്ലാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക് എതിരിൽ വരുന്നതായ സർവ്വ ദുശക്തികൾ അവരെ ശർറത്തൊട്ടൊക്കെ സമസ്തനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന് അല്ലാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. പിന്നെ ഞങ്ങൾ സുന്നികൾ തമ്മിൽ പല എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ട് ഞങ്ങൾ വയ്യാലെ കൊണ്ട ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരിൽ ആര് ശ്രദ്ധിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെയായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.